the current passing through a conducting loop in the form of an equilateral triangle of side 4√3 centimeter is 2 ampere. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ് ഇൻ ദി ഷേപ്പ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സൈഡ് ലെങ്ത് 4√3. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് സെന്റർ ഈസ് ആൽഫ ഇൻറ്റു 10⁻⁻5 ടെസ്ല, വേർ ആൽഫ ഈസ്. ഓക്കെ, നമുക്കൊരു കറണ്ട് ക്യാരിയിങ് വയറിനെ എൻ സൈഡുള്ള പോളിഗണായി ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. അത് പഠിച്ചാൽ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ പോലുള്ള ഷേപ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ആ ഇക്വേഷൻ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, ജനറൽ ഇക്വേഷൻ ഞാൻ പറയാം. ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് എ കറണ്ട് carrying wire bent into a polygon of n side. Okay. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് B is equal to μ0 ni by 4 pi a 4 tan pi by n sin pi by n. ഈ ഒരു ഇക്വേഷൻ, അതായത് ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയറിനെ എൻ സൈഡുള്ള പോളിഗണായി നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രോയിഡിൽ മിഡിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? n is equal to 3 എന്ന് കൊടുക്കാം. റെഡി? അപ്പോൾ ഫീൽഡ് അറ്റ് സെൻട്രോയിഡ് ഓഫ് എ ലൂപ്പ് ഇൻ ദി ഫോം ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 3 μ0 I by 4 pi a 4 into tan pi by 3 sin pi by 3. Okay, 3 μ0 I by 4 pi. ഞാൻ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുന്നില്ല, കാരണം നമുക്ക് μ0 by 4 pi 10⁻⁻7 എന്ന് ന്യൂമറിക്കൽ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ദെൻ 4 tan pi by 3, tan 60√3 ആണ്, sin pi by 3 √3/2 ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുക, 4 into 3 12, 12 into 3 36, 36/2 18. അപ്പോൾ 18 μ0 I by 4 pi a. This is the magnetic field at centroid of current carrying equilateral triangular loop. Okay. സ്ക്വയറിന് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സ്ക്വയറിൻ്റെ n 4 കൊടുക്കുക, പെൻറ്റഗണോ ഹെക്സഗണോ എന്താണോ അതിനനുസരിച്ച് സൈഡിൻ്റെ നമ്പർ കൊടുത്തേക്കുക, എണ്ണം കൊടുത്തേക്കുക, ന്യൂമറിക്കൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ B is equal to 18 μ0 by 4 pi എത്രയാണ്? 10⁻⁻7 ആണ്. കറണ്ട് 2 ആംപിയർ ആണ്. ദെൻ സൈഡ് ലെങ്ത് 4√3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 18 into 2 36 ആണ്. 36/4 9 ആണ്. 9/√3, 9/√3 എന്ന് പറയുമ്പോൾ അത് 3√3 വരും. 9/√3 ഈസ് 3√3. ഇനി നമുക്ക് 10⁻⁻2 താഴെയുണ്ട്, മുകളിലേക്ക് വരും +2 ആവും. +2ഉം -7ഉം -5 ആയി. അപ്പോൾ 3√3 into 10⁻⁻5 ടെസ്ല. അപ്പോൾ ആൽഫയുടെ വാല്യൂ 3√3. തേർഡ് ഓപ്ഷൻ.